അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗവർണറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തായിരുന്നു പഠിച്ചത്? പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾസ് ആണ്. എങ്ങനെ എളുപ്പ രീതിയിൽ പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾസ് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാമെന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. അപ്പം ആ വീഡിയോ കാണാത്തവർ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വാ. അതിന്റെ ലിങ്ക് താണ്ട ഈ ഒരു സ്ക്രീനിന്റെ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പ്രസിഡന്റിന്റെ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വാ. അതാവുമ്പം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടും. കാരണം രണ്ടും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾസും അതേപോലെ തന്നെ ഗവർണറിന്റെ ആർട്ടിക്കിൾസും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു ലേൺ വിത്ത് AIP. தம்பி கீழே இறங்கு. தம்பி கீழே இறங்குப்பா ப்ளீஸ். கீழே இறங்குப்பா. അപ്പം ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 153 ആണ്. ആർട്ടിക്കിൾ 153 എന്താ പറയുന്നത്? ഒരു സ്റ്റേറ്റിന് ഒരു ഗവർണർ ഉണ്ട്. അപ്പൊ എന്താണ്? ഒരു സ്റ്റേറ്റിന് ഒരു ഗവർണർ ഉണ്ടെന്നാണ് ആർട്ടിക്കിൾ 153 പറയുന്നത്. നമ്മൾ അവിടെ പ്രസിഡന്റിൽ എന്തായിരുന്നു പറഞ്ഞത്? ആർട്ടിക്കിൾ 52 ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ് ഉണ്ട്. അതേപോലെ ആർട്ടിക്കിൾ 153 ഒരു സ്റ്റേറ്റിന് ഒരു ഗവർണർ ഉണ്ട്. അപ്പോൾ ഒറ്റ ഗവർണർ ഉണ്ടെങ്കിലും ഒന്നോ അതിൽ കൂടുതലോ സ്റ്റേറ്റുകളെ ഗവർണറായിട്ട് ഇരിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 154. അപ്പം നമുക്ക് ഗവർണർ ഉണ്ടെന്ന് പറഞ്ഞു. ഗവർണർ ഉണ്ടെങ്കിൽ എന്താണ്? ആ ഗവർണറിന് കുറച്ച് പവറുകൾ ഉണ്ട് അല്ലേ? അപ്പം ആ ഒരു സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് പവർ ആരുടെ കയ്യിലിരിക്കുന്നത്? ഗവർണറിന്റെ. അപ്പൊ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ് ആണ് എന്ത്? ആർട്ടിക്കിൾ 154 കുറിച്ച് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 155 പറയുന്നത് എന്താണ്? ഗവർണറിന് ഇപ്പോൾ ഒരു ഗവർണർ ഉണ്ട്, ആ ഗവർണറിന് എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ആ ഗവർണറിനെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നത്? നമ്മൾ പ്രസിഡന്റിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? എലക്ഷൻ വഴിയായിരുന്നു. ആ എലക്ഷനും എലക്ഷന്റെ മെത്തേഡൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ എലക്ഷൻ ഒന്നുമല്ല, ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൈം മിനിസ്റ്ററിന്റെയും അതേപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിന്റെയും അഡ്വൈസ് പ്രകാരം പ്രസിഡന്റ് ആണ് ഗവർണറിനെ നിയമിക്കുന്നത്. ഗവർണറിനെ നമ്മൾ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തു. ഇനി എന്താ സംഭവിക്കുന്നത്? അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷത്തേക്കാണ് ഈ ഗവർണർ ആ ഒരു പദവിയിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിന്റെ ഗവർണറായിട്ട് എത്ര വർഷമായിരിക്കുന്നത്, അതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 156, ടേം ഓഫ് ഓഫീസ് ഓഫ് ദ ഗവർണർ. ഇപ്പം നിലവിൽ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 5 വർഷമാണ് ഗവർണറിന്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല. കാരണം എന്താ? ഇപ്പം ഒരു 3 വർഷത്തിലോ അല്ലെങ്കിൽ 4 വർഷത്തിലോ എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റിനെ എപ്പം വേണമെങ്കിലും എന്താണ് ഗവർണറിനെ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഗവർണറിനെ എലക്ഷൻ വഴിയല്ല തിരഞ്ഞെടുക്കുന്നത്, അപ്പോയിന്റ് ചെയ്യുക, പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുക. അതുകൊണ്ട് പ്രസിഡന്റിന്റെ ഒരു പവർ അനുസരിച്ചിട്ടാണ് ഗവർണറിനെ മാറ്റിയും അതേപോലെ റീപ്ലേസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സോ 5 വർഷം ഉണ്ടെന്ന് പറഞ്ഞാലും അതൊരു അബ്സല്യൂട്ട് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റിന്റെ ഒരു നിയമപ്രകാരം എപ്പം വേണമെങ്കിലും പ്രസിഡന്റിന് ഗവർണറിനെ മാറ്റാൻ പറ്റും. അതാണെന്ത്? ടേം ഓഫ് ഓഫീസ് പറയുന്നതാണ് ആർട്ടിക്കിൾ 156. ഇനി ടേം ഓഫ് ഓഫീസ് 5 വർഷം ഗവർണർ ഇരുന്നെന്ന് വെച്ചു. ഇരിക്കണമെങ്കിൽ ആ ഗവർണറിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസാണ് വേണ്ടത്? ഗവർണറിന് വേണ്ട ക്വാളിഫിക്കേഷന് പറയുന്ന കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 157 എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് ഗവർണറിന് വേണ്ടത്? ലൈക്ക് സിറ്റിസൺ ആയിരിക്കണം, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്തായാലും നിർബന്ധമായിട്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഗവർണർ ആവാൻ പറ്റും. അതേപോലെ ആ വ്യക്തി 35 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഒരു 35 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തി ആയിരിക്കണം. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒരു പൗരനുമായിരിക്കണം. എങ്കിൽ മാത്രമേ ഗവർണർ ആവാൻ പറ്റൂ. അപ്പൊ ആ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 157. ഇനി ഈ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കണ്ടീഷനും ഉണ്ടല്ലോ. ഗവർണർ ആവണമെങ്കിൽ കുറെ കണ്ടീഷൻസ് ഉണ്ട്, അല്ലെ? ഗവർണർ ആയി കഴിഞ്ഞാൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ്? ഗവർണർ ആവണമെങ്കിൽ എന്തൊക്കെയാണ്? ഒന്ന്, ലോകസഭയുടെയോ അല്ലെങ്കിൽ രാജ്യസഭയുടെയോ അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഒരു മെമ്പറോ ആവാൻ പാടില്ല. അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ നിയമസഭയുടെയും ഒരു മെമ്പർ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അദ്ദേഹത്തിന് ഈ ഈ ഒരു ജോലി കൂടാതെ മറ്റ് പല ജോലികളും ഒന്നും ചെയ്യാൻ പാടില്ല. മീൻസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ജോലിയും, ലൈക്ക് ബിസിനസ് ആയാലും അങ്ങനെയുള്ള എന്ത് പ്രൈവറ്റ് ആയിട്ടുള്ള ജോലിയും ഒന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെയാണ് എന്ത്? കണ്ടീഷൻസ്, ഒരു ഗവർണറിന് വേണ്ട കണ്ടീഷൻസ്. അതുപോലെ ഒരുപാട് അലവൻസ് ഉണ്ട് ഗവർണറിന്. ഗവർണർ താമസിക്കാൻ ഒഫീഷ്യൽ റെസിഡൻസ് ഉണ്ട്. അതിന് നമ്മൾ ലോക് ഭവൻ എന്നാണ് പറയുന്നത്. പണ്ട് അതിന് രാജ്ഭവൻ എന്നായിരുന്നു പറയുന്നത്. അപ്പം ലോക് ഭവനിലാണ് എന്ത്? ഗവർണറിന് ഒഫീഷ്യൽ റെസിഡൻസ്. അതുപോലെ തന്നെ വേറെ ഒരുപാട് അലവൻസ് ഉണ്ട്. ഗവർണറിന്റെ എത്ര നാട് ആ ഒരു പദവിയിൽ ഇരിക്കുന്നു അത്ര നാട് അദ്ദേഹത്തിന് അലവൻസുകളും കാര്യങ്ങളും ഒന്നും മാറ്റാൻ പറ്റത്തില്ല. അത് ഫിക്സഡ് ആയിരിക്കും. അപ്പൊ അത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 158. ഇനി അപ്പം ഈ കണ്ടീഷനും ഇപ്പൊ ക്വാളിഫിക്കേഷനും കണ്ടീഷനും ഉണ്ടെങ്കിൽ എന്താണ്? അദ്ദേഹത്തിന് ഗവർണർ ആവാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്. അങ്ങനെ ഗവർണർ ആവണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്?
ഓത്ത് ചെയ്യണം, ഓത്ത് അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്യണം. അത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 159 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓത്ത് ആരുടെ മുമ്പിലാണ് ചെയ്യേണ്ടത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടിന് മുമ്പിലാണ് ഗവർണർ ഓത്ത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്യേണ്ടത്. 159 പറയുന്നത് ഓത്ത് ചെയ്യുക എന്നാണ്. ഇപ്പം ഇത്രയും ക്വാളിഫിക്കേഷൻസും കണ്ടീഷൻസും ഉള്ള ഗവർണറിന് ആ ഒരു പദവിയിലോട്ട് ഇരിക്കണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഓത്താണ്. അപ്പോൾ ഓത്തിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് ആർട്ടിക്കിൾ 159. ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 160 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 160 പറയുന്നത് ഡിസ്ചാർജ് ഓഫ് ഫങ്ഷൻസ് ഓഫ് ദ ഗവർണർ ഇൻ സെർട്ടൻ കണ്ടീജൻസീസ് എന്നാണ്. ഇൻ കേസിൽ ഇപ്പം ഒരു കാരണവശാൽ ഇപ്പൊ ഗവർണർ അവിടെ ആബ്സെന്റ് ആണെന്ന് വെച്ചു, ഗവർണർ വേക്കന്റ് ആണ്, ഇപ്പൊ എന്തെങ്കിലും ഗവർണർ ഒരു അസുഖം മൂലം ചിലപ്പോൾ ഗവർണറിന് അവിടെ ഇല്ല, ആ പ്രസൻസ് ഇല്ല എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഗവർണറിന്റെ ആ ഒരു പവർ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഗവർണർ നിലവിൽ ആ സ്ഥലത്ത് ആ ഒരു സ്റ്റേറ്റിൽ ഇല്ല, എന്തെങ്കിലും ആ, ഒരു മെഡിക്കൽ റീസണിലോ അല്ലെ എന്തെങ്കിലും റീസൺ കൊണ്ടിട്ട് ഗവർണർ അവിടെ ആ ഒരു സ്റ്റേറ്റിൽ ഇല്ല എങ്കിൽ ഗവർണറിന്റെ ആ ഒരു പവർ പ്രസിഡന്റിന് വേറൊരാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ആർട്ടിക്കിൾ 160 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 161 പറയുന്നത് ഗവർണറിന്റെ പാർഡനിങ് പവർ ആണ്. നമുക്ക് പ്രസിഡന്റിനും പാർഡനിങ് പവർ ഉണ്ട്, അതേപോലെ തന്നെ ഗവർണറിനും പാർഡനിങ് പവർ ഉണ്ട്. അപ്പം ഗവർണറിന് എന്തൊക്കെ പാർഡനിങ് പവർ ആണ് ഉള്ളത് അതൊക്കെയാണെന്ന് ആർട്ടിക്കിൾ 161 പറയുന്നത്. ഇപ്പം നിലവിൽ പ്രസിഡന്റിന് ഉള്ളത് തന്നെ അതേ കണക്ക് പാർഡനിങ് പവർ ഗവർണറിനും ഉണ്ട്, എക്സെപ്റ്റ് കോർട്ട് മാർഷലിനെ പാർഡൻ ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. ഗവർണറിന് ബാക്കിയുള്ള എല്ലാ പാർഡനിങ് പവറും ഉണ്ട് പ്രസിഡന്റിന്റെ പോലെ തന്നെ. പ്രസിഡന്റിന്റെയും അതേപോലെ ഗവർണറിന്റെയും പാർഡനിങ് പവേഴ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. സോ ഇവിടെ 161 പറയുന്നത് എന്താണ്? ഗവർണറിന്റെ പാർഡനിങ് പവർ. ഇനി അടുത്തതായിട്ട് ആർട്ടിക്കിൾ 162 പറയുന്നത് എന്താണ്? എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ് ഷാൽ എക്സ്റ്റെൻഡ് ടു ദ മാറ്റേഴ്സ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ഹാസ് പവർ ടു മേക്ക് ലോസ്. അപ്പം സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് പവറിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ആർട്ടിക്കിൾ 162 പറയുന്നത്. എന്നാണ് ആർട്ടിക്കിൾ 162 പറയുന്നത്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താലും ഈ എക്സിക്യൂട്ടീവ് പവർ ആരുടെ കയ്യിലാണ്? ഗവർണറിന്റെ കയ്യിലോട്ടാണ് ഈ എക്സിക്യൂട്ടീവ് പവർ സ്റ്റേറ്റിന് പോകുന്നത്. അപ്പൊ ആ ഒരു പവറിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ആർട്ടിക്കിൾ 162 പറയുന്നത്. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഗവർണറിന്റെ. ഇനിയും കുറച്ച് ആർട്ടിക്കിൾസ് ഇമ്പോർട്ടന്റ് ഉണ്ട്, അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ആർട്ടിക്കിൾ 163 എന്താ പറയുന്നത്? ഗവർണറിനെ എയ്ഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു സ്റ്റേറ്റിന്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഗവർണറിനെ എയ്ഡും അഡ്വൈസും ചെയ്യും. അപ്പം ഗവർണർ എന്ത് പറയണം, എന്ത് തീരുമാനിക്കണമെന്നൊക്കെ അതിനെല്ലാം അഡ്വൈസ് ചെയ്യുന്നത് നമ്മളുടെ നിയമസഭയിലെ മിനിസ്റ്റേഴ്സ് ആണ്. അവർ ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഗവർണറിന് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അത് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 163. ഇനി അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 164. ആർട്ടിക്കിൾ 164 പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റേറ്റിൽ ഒരു CM ഉണ്ട്, അതേപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ട്. അങ്ങനെ CM-നെ, അതായത് ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. അപ്പൊ ചീഫ് മിനിസ്റ്റേഴ്സിനെ അതേപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. അപ്പൊ അത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 164 എന്ന് പറയുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 200 ആണ്. അത് പറയുന്നത് അസെന്റ് ടു ബില്ലാണ്. എന്താണ് ആർട്ടിക്കിൾ 200 പറയുന്നത്? അസെന്റ് ടു ബില്ല്. ഇപ്പം നമ്മൾ പ്രസിഡന്റ് തന്നെ പാർലമെന്റിൽ പാസ്സാവുന്ന ബില്ലുകൾ അത് ആക്ട് ആവണമെങ്കിൽ പ്രസിഡന്റിന്റെ സൈൻ വേണം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റുകളിലും ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതായത് നിയമസഭയിൽ പാസ്സാവുന്ന ബില്ലുകൾ ആക്ട് ആയിട്ട് മാറണമെങ്കിൽ ഗവർണറിന്റെ സൈൻ വേണം, ഗവർണറെ അസെന്റ് ചെയ്യണം. ഈ അസെന്റ് ചെയ്യുന്ന ആ ഒരു ബില്ലിന്റെ അസെന്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 200, ആർട്ടിക്കിൾ 200 പറയുന്നത്. ഇപ്പം അസെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം ഗവർണറിന് ഇപ്പം ഒരു ബില്ല് പാസ്സായി, ഇപ്പം നിയമസഭയിൽ പാസ്സായി ഗവർണറിന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഗവർണറിന് അത് വേണമെങ്കിൽ അസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യാം, അത് കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം. അത് തിരിച്ച് നിയമസഭയിലോട്ട് തന്നെ തിരിച്ചു കൊടുക്കാം എന്തെങ്കിലും തിരുത്തുണ്ടെന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇത് പ്രസിഡന്റിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാം, പ്രസിഡന്റിലോട്ട് ഈ ഒരു ബില്ല് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും നാഷണൽ സെക്യൂരിറ്റി റീസൺ ഉള്ള ബില്ലുകൾക്ക് മാത്രമാണ് എന്ത് ഇതുപോലെ പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷനിലോട്ട് പോകുന്നത്. അപ്പൊ ഈ അസെന്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ബില്ല് അസെന്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണെന്ത്? ആർട്ടിക്കിൾ 200 എന്ന് പറയുന്നത്. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 213. 213 എന്ന് പറയുന്നത് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ദ ഗവർണർ ആണ്. ഇപ്പം അത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നിയമസഭയിൽ ഇപ്പം
നിയമസഭ സെഷൻസ് ഇല്ലാത്ത സമയങ്ങളുണ്ടല്ലോ, നിയമസഭ കൂടാത്ത സമയങ്ങളുണ്ട്. ആ സമയത്ത് പെട്ടെന്നൊരു ലോ ഉണ്ടാക്കണം ഗവൺമെന്റിന്. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഈ ആർട്ടിക്കിൾ 213 പ്രകാരമുള്ള ഗവർണറിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ വെച്ചിട്ട് ഗവർണറിന് ആ ഒരു ലോ പാസ്സാക്കി വിടാൻ പറ്റും. അതാണ് എന്ത് ആർട്ടിക്കിൾ 213 എന്ന് പറയുന്നത്. ഇതുപോലെ പ്രസിഡന്റിന്റെ പവറാണ് ആർട്ടിക്കിൾ 123. ആർട്ടിക്കിൾ 123 പറയുന്നത് എന്താണ്? ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ദ പ്രസിഡന്റ് ആണ്. ഇവിടെ എന്താണ്? ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ. 213, 123 കണ്ടോ? അതൊരു ആ നമ്പേഴ്സ് തമ്മിൽ ഒരു റിലേഷൻ ഇല്ലേ? 213 ഗവർണർ ആണെങ്കിൽ 123 പ്രസിഡന്റിന്. അപ്പം 213, 123 എന്താണ്? ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ്. 213 ഗവർണറിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ, അതേപോലെ 123 പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ് എന്ത്? ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 356 പറയുന്നത് എന്താണ്? പ്രസിഡൻസ് റൂൾ ആണ്, എമർജൻസി സിറ്റുവേഷൻ ആണ്, സ്റ്റേറ്റ് എമർജൻസി ആണ് ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത്. ഈ 356 പാസ്സാകുന്നത് ഗവർണറിന്റെ റിപ്പോർട്ടിലൂടെയാണ്. ഗവർണർ കൊടുക്കുന്ന റിപ്പോർട്ടിലൂടെയാണ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 356 പാസ്സാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ എന്തൊക്കെയായിരുന്നു ആർട്ടിക്കിൾസ്? ഗവർണറിന് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്തൊക്കെയായിരുന്നു? ആ ഒരു ഓർഡറിന് നോക്കിയാൽ ആർട്ടിക്കിൾ 153 തൊട്ട് തുടങ്ങും അല്ലേ? ഗവർണറിന്റെ ആർട്ടിക്കിൾസ് എവിടെയാണ് തുടങ്ങുന്നത്? ആർട്ടിക്കിൾ 153 ആണ്. അപ്പം ആദ്യമേ എന്താണ്? ഒരു സ്റ്റേറ്റിന് ഒരു ഗവർണർ ഉണ്ട്, അത് പറയുന്നതാണ് ആർട്ടിക്കിൾ 153. ആ ഗവർണറിന് എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്, അത് പറയുന്നത് ആർട്ടിക്കിൾ 154. ഇങ്ങനെ എക്സിക്യൂട്ടീവ് പവർ ഉള്ള ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അതാണ് ആർട്ടിക്കിൾ 155. അങ്ങനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്ര വർഷം സർവീസിലുണ്ട്? അതാണ് ആർട്ടിക്കിൾ 156. ഇനി ഇങ്ങനെ അപ്പോയിന്റ് ചെയ്ത് സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഇയാൾക്ക് വേണ്ടത്? അതാണ് എന്ത്? ആർട്ടിക്കിൾ 157. ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന് കണ്ടീഷൻസും ഉണ്ട്. ആ കണ്ടീഷൻ പറയുന്നതാണ് ആർട്ടിക്കിൾ 158. പിന്നെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഗവർണർ ആവാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഓത്ത് ചെയ്യുകയാണ്. ഓത്ത് ചെയ്യുന്ന കാര്യമാണ് ആർട്ടിക്കിൾ 159. ഓത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗവർണറിന് എന്തെങ്കിലും ആബ്സെൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഗവൺമെന്റിന്റെ സീറ്റ് വേക്കന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിന് വേറൊരാൾക്ക് ഈ ഒരു പവർ കൊടുക്കാൻ പറ്റും. അതാണ് ഇത് ആർട്ടിക്കിൾ 160 പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 161 പറയുന്നത് ഗവർണറിന് പാർഡനിങ് പവർ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ആർട്ടിക്കിൾ 161 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 162 ഈ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ആർട്ടിക്കിൾ 163 പറയുന്നത് എന്താണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഗവർണറിനെ എയ്ഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും. ആർട്ടിക്കിൾ 164 ഈ CM-നെ അതേപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. പിന്നെ 200 പറയുന്നത് എന്താണ്? ബില്ലുകളുടെ അസെന്റിനെ, നിയമസഭയിൽ പാസ്സാകുന്ന ബില്ലിന്റെ അസെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 213 ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ്, ഗവർണറിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവറിനെ കുറിച്ചാണ് 213 പറയുന്നത്. 356 പറയുന്നത് എന്താണ്? പ്രസിഡൻസ് റൂളിനെ കുറിച്ചാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനിയും ഇതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള SSCക്കും PSCക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് ഈ 153 തൊട്ട് 158 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഗവർണറിന്റെ എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഗവർണറിന്റെ ആർട്ടിക്കിൾസിന്റെ ബേസിക് സ്ട്രക്ചറിലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത് 153 തൊട്ട് 158 വരെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇത്ര ആർട്ടിക്കിൾസും നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 161 ആണ്, പാർഡനിങ് പവർ. ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത ആർട്ടിക്കിൾ 163 ആണ്. 163യും 164 ആണ്. എന്ന് പറയുന്നത് 163 പറയുന്നത് എന്താണ്? ഗവർണറിനെ എയ്ഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഉണ്ട്. 164 പറയുന്നത് ചീഫ് മിനിസ്റ്ററിനെ അതേപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണറാണ്. പിന്നെ ആർട്ടിക്കിൾ 200 പറയുന്നത് എന്താണ്? ബില്ലിന്റെ അസെന്റിനെ കുറിച്ചാണ്. ബില്ലിന്റെ അസെന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 200 പറയുന്നത്. 213 പറയുന്നത് ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ്. അതേപോലെ 356 പറയുന്ന പ്രസിഡൻസ് റൂൾ ആണ്. അപ്പൊ ഇത്രയും ആർട്ടിക്കിൾസ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലും മറന്നു പോകരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ്. എന്താണ്? ആർട്ടിക്കിൾ 153 തൊട്ട് 58 വരെ, അതേപോലെ 61, 63, 64, പിന്നെ 200, 213, 356. അപ്പൊ ഇത്രയും ആർട്ടിക്കിൾസും ഒരിക്കലും മറന്നു പോകരുത്. അപ്പം ഈ ആർട്ടിക്കിൾസ് ഒക്കെ ഇത്രയും എളുപ്പ രീതിയിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഒക്കെ കാണുന്നവർ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെന്ന് വെച്ചാൽ ടെലിഗ്രാമിൽ നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഡെയിലി PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പം അതും അതേപോലെ തന്നെ ഇതിനകത്തുള്ള നമ്മൾ പഠിപ്പിക്കുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ടെലിഗ്രാം ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. ഇതുപോലുള്ള ഷോർട്ട് ട്രിക്സും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഹലോ
പോലീസ് സ്റ്റേഷനല്ലേ? എന്നടാ കിണ്ടൽ പண்றியா? എസ് ഐ തമ്പാനൂർ തമ്പാനെ കളിയാക്കുന്ന താൻ. സോറി സാർ, വലിവാണ്. വലിയ താനാരാ? റബ്ബറോ? ഞാൻ കർത്ത അല്ല, ഒരു പൗരൻ. സ്വർഗത്തിൽ വ്യഭിചാരം നടക്കുന്നു. അതിന് ഭൂമിയിലുള്ള ഒരു പോലീസുകാരൻ എന്ത് ചെയ്യേ?